ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരാമോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം. ഞാൻ ഈ ജർമ്മനിയിൽ വന്നിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പം എനിക്കും ഇതിനെക്കുറിച്ച് വളരെ പരിമിതമായിട്ടുള്ള ഇൻഫർമേഷൻസേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ച് ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് അത് പറഞ്ഞു തരാം. ഇതൊരു റഫായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് ഇവിടെ പറയുന്നത് ചാൻസലർ കാർഡ് എന്നാണ്. ഇത് ഈ 2024 ജൂൺ മുതൽ എക്സിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ആർക്കൊക്കെയാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തത്, ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിൾ ആണ്. രണ്ടാമത്തതെന്ന് പറയുന്നത്, ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് A1 ലെവൽ വരെയെങ്കിലും പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിൾ ആണ്. മൂന്നാമത്തതെന്ന് പറയുന്നത്, നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നമ്മൾ 1027 യൂറോ പെർ മന്ത് വെച്ച് 12 മാസത്തേക്കുള്ള പൈസ നിങ്ങൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിൾ ആണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നത്? ഈ വിസ അപ്ലൈ ചെയ്യുന്നതിന് ഒരു പോയിന്റ് സിസ്റ്റം ബേസ്ഡ് ആണ്. അതായത് മിനിമം 6 പോയിന്റ് വരെ എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ 6 പോയിന്റ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത്, ജർമ്മനി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതല്ല ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടാണ്, ജർമ്മനി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടും. ഇനി ഏതൊക്കെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി, PG ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇവിടെ അംഗീകരിക്കുന്നതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നേഴ്സസിന്, എൻജിനീയേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് 4 പോയിന്റ് കിട്ടും. ഇനി ചില ജോലികളിൽ ഇവിടെ സ്കോപ്പുണ്ട്. അതല്ല, ഇവിടെ ചില ജോലികളിൽ അവർക്ക് മാൻ പവർ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, ആ ജോലികളിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 പോയിന്റ് കിട്ടും. മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഇവിടെ ചില ജോലികളിൽ കുറച്ചും കൂടി ആൾക്കാരെ അവർക്ക് ആവശ്യമുണ്ട്, അവരങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറയുന്ന ആ ജോലികളിൽ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിലും നമുക്ക് ഈ പോയിന്റ് ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ 1 പോയിന്റ് എക്സ്ട്രാ കിട്ടും. ഇനി ലാസ്റ്റ് 5 വർഷത്തിൽ നമ്മൾ മിനിമം 2 വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പോയിന്റും, ലാസ്റ്റ് 7 വർഷത്തിൽ 5 വർഷമെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 പോയിന്റും കിട്ടുന്നതാണ്. ഇനി ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസിൻ്റെ കാര്യം നോക്കുമ്പം A1 അല്ലെങ്കിൽ A2 വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1 പോയിന്റും, B1 വരെ പഠിച്ചു നിങ്ങൾ പാസ്സായി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 2 പോയിന്റും, B2 വരെ പഠിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 3 പോയിന്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ C1 അല്ലെങ്കിൽ നിങ്ങളൊരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 1 പോയിന്റ് കൂടി കിട്ടുന്നതാണ്. ഇനി ഏജിൻ്റെ കാര്യം നോക്കുമ്പം 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് 2 പോയിന്റും, 35 വയസ്സിന് താഴെയുള്ളവർക്ക് 2 പോയിന്റും, 35നും 40നും ഇടയിലുള്ള പ്രായത്തിലുള്ളവരാണെങ്കിൽ 1 പോയിന്റുമാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ ജർമ്മനിയിൽ 6 മാസമെങ്കിലും സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടോ ഈ ജർമ്മനിയിൽ 6 മാസം സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 1 പോയിന്റ് കിട്ടുന്നതാണ്. ഇനി നിങ്ങളുടെ സ്പൗസസ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് വിസ അപ്ലൈ ചെയ്യാനുള്ള പോയിന്റ് ക്രൈറ്റീരിയാസ്. അതിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ 6 പോയിന്റെങ്കിലും നിങ്ങൾക്ക് മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ചിലർ ചോദിക്കാറുണ്ടായിരുന്നു, ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്,
ഇത് കിട്ടിയിട്ട് നമുക്ക് അവിടെ ചെന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം 12 മാസത്തേക്കാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വാലിഡ് ആയിട്ടുള്ളത്. 12 മാസം, അതായത് 1 വർഷം നിങ്ങൾക്ക് ഇവിടെ ജർമ്മനിയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് ആ എംപ്ലോയർ നിങ്ങൾക്ക് ഒരു ജോലി തന്ന് അതൊരു വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് ജർമ്മനിയിൽ സെറ്റിൽ ആകാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു 20 hours നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സമയത്തിൽ നിങ്ങൾ ആ ജോലിയിൽ പെർമനൻ്റ് ആവണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മാറിയിട്ട് വേറൊരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീക്ക്ലി 20 hours പാർട്ട് ടൈം ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഇതാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ്. പിന്നെ 2 വീക്ക് നമുക്ക് ട്രയൽ വർക്ക് ചെയ്യാമെന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു എംപ്ലോയറെ കണ്ടെത്തിയില്ലയോ, നിങ്ങളൊരു എംപ്ലോയറെ കണ്ടെത്തി അവരുടെ കൂടെ നിങ്ങൾ 2 ആഴ്ച വർക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് സ്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലി കണ്ടുപിടിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അവരിൽ നിന്നും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾ വെബ്സൈറ്റ് വഴി തീർച്ചയായിട്ടും നോക്കി എന്നിട്ട് മാത്രമേ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാവൂ. ഇത്രയും ഒരു ഔട്ട്ലൈനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു ധാരണ തരുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.